السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചെറുതല്ല, വലുതാണ്. നാൾക്കുനാൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭീതിജനകമായ വാർത്തകളാണ്, മനസ്സിനെ കീറിമുറിക്കുന്ന വാർത്തകളാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും എങ്ങനെ ഉണ്ടാകും, എങ്ങനെയാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്. സംതൃപ്തകരമായ സമാധാനപൂർണമായൊരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോരുത്തർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളായിരിക്കും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ കുറേ ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളാണ്. ഓരോരുത്തരുടെയും ചിന്തക്കനുസരിച്ച് അയാൾ വിചാരിക്കുന്നത് സമാധാനം കിട്ടാനുള്ള മാർഗമെന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത് സാമ്പത്തികമായ ഭദ്രത, നല്ല വാഹനം, നല്ല വീട്, നല്ല സൗകര്യം, നല്ല സൗന്ദര്യം, ഇതൊക്കെയാണ് ജീവിതത്തിൽ സമാധാനം പകർന്നു തരുന്നത്, സംതൃപ്തി പകർന്നു തരുന്നത് എന്നാണ് ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥ സംതൃപ്തിയും സമാധാനവുമെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ സമാധാനമെന്ന് പറയുന്നത്, അവൻ്റെ ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിലെ സംതൃപ്തിയല്ല, പാരത്രിക ജീവിതത്തിലെ സമാധാനമാണ്, പാരത്രിക ജീവിതത്തിലെ സംതൃപ്തിയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം വിസ്മരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാതലായ വശം ഇതാണ്. ഇന്ന് നമ്മൾ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ന് നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക രംഗത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാതലായ വശമെന്ന് പറയുന്നത് മരണത്തെയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധ്യമില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മനസ്സിലേക്ക് ഒന്നാമതായി കടന്നു വരേണ്ടത്, സഹോദരങ്ങളെ, മരിക്കുന്ന ഒരു ദിവസമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്.
ആ ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ്, ആ ജീവിതത്തിൽ സ്വർഗം ലഭിക്കുക എന്നതാണ്, ആ ജീവിതത്തിൽ നരകമോചനം സാധ്യമാവുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു വചനം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ സ്വാറ അഹ്ലുൽ ജന്ന, സ്വർഗക്കാര് മുഴുവനും സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നരകക്കാര് മുഴുവനും നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ജീഅ ബിൽ മൗത്ത്, മരണത്തെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സുമ്മ യുദ്ബഹ്, എന്നിട്ട് മരണത്തെ അവിടെ വെച്ചിട്ട് അറുക്കും. സുമ്മ യുനാദി മുനാദിൻ, പിന്നെ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്നതി ലാ മൗത്ത്. സ്വർഗക്കാരെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു, സ്വർഗക്കാരെ, നിങ്ങൾക്കിനി മരണമില്ല. നിങ്ങൾ സ്വർഗത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആനന്ദകരമായ സന്തോഷകരമായ ഈ അനുഭവങ്ങൾ, അത് കാലാകാലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത്, അത് മുറിഞ്ഞു പോകുന്നതല്ല എന്നവരോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫയസ്ദാദു അഹ്ലുൽ ജന്നതി ഫറഹ, സ്വർഗക്കാരുടെ സന്തോഷം വർദ്ധിക്കുകയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിളിച്ചു പറയുന്നയാള് നരകക്കാരുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചു പറയും, ലാ മൗത്ത്, ഇനി മരണമില്ല. നരകക്കാരുടെ സങ്കടം വർദ്ധിക്കുകയാണ്, നരകക്കാരുടെ വേദന വർദ്ധിക്കുകയാണ്. കാരണം നരകത്തിലുള്ള ജീവിതം തുടങ്ങുകയാണ്. ഇനി അതിനൊരു അവസാനമില്ല. ലാ മൗത്ത്, ഇനിയൊരു മരണമില്ല. ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരുമെന്ന വേദനയാൽ അവര് കരയുന്നു, അവര് സങ്കടപ്പെടുന്നു, ആവലാതിപ്പെടുന്നു. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെന്ന് പറയുന്നത്, സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവിടെ സ്വർഗം ലഭിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് നമ്മുടെ മനസ്സുകളിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? കൂടെ നമ്മുടെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. വല്ലദീന ആമനു, സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, സത്യവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾ, വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, ഈമാനിൽ മാതാപിതാക്കളെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വരുന്ന മക്കളുണ്ടല്ലോ, അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, ആ മക്കളെ കൂടെ ഞാൻ അവരുടെ സ്വർഗത്തിൽ അവരുടെ കൂടെ ചേർത്ത് വെച്ചു കൊടുക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. കർമ്മങ്ങളിൽ അവർ ഒരുപാട് താഴേക്കിടയിലാണെങ്കിൽ പോലും അവരുടെ സന്താനങ്ങളെയും അവരോടൊപ്പം ഞാൻ ചേർത്ത് നൽകുക തന്നെ ചെയ്യുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ പോകണം, നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകണം. വിശ്വാസത്തിൽ പിൻപറ്റിയ ഭാര്യമാരെയും മക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ മലക്കുകൾ വരെ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ പഠിപ്പിച്ചത്. റബ്ബന വഅദ്ഖിൽഹും ജന്നാത്തിൻ അദ്നില്ലതി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് പരിശുദ്ധമായ ഖുർആൻ മലക്കുകൾ വരെ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം, നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കണം. അതിനേറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗമാണെന്ന ബോധ്യമാണ്. ഞാൻ മാത്രമല്ല സ്വർഗത്തിൽ പോകേണ്ടത്, എൻ്റെ കൂടെ എൻ്റെ കുടുംബം കൂടെ ഉണ്ടാകണമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം വിമലീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകൾ ശരിയാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ
സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ നന്മ ചെയ്യുന്നവൻ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കെ, ഈമാനോടുകൂടിയാണ് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഞാൻ അവന് സംതൃപ്തകരമായ സമാധാനകരമായ ജീവിതം അവന് നൽകുന്നതാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമാധാനപൂർണമായ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാകണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസം, സ്വഹാബിമാര് പഠിപ്പിച്ചു തന്ന വിശ്വാസം, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്ന വിശ്വാസം, ഈ വിശ്വാസമാണ് നമ്മൾ നെഞ്ചേറ്റേണ്ടത്. നമ്മുടെ വിശ്വാസ മേഖലകളിൽ ഒരിക്കലും പുഴുക്കുത്ത് കടന്നു വരാൻ പാടുള്ളതല്ല. വിശ്വാസത്തിൽ പ്രശ്നം വന്നാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നമ്മൾ പഠിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? പ്രവാചകന്മാര് മുഴുവനും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്ങാനും തന്റെ പ്രബോധിത സമൂഹത്തോട് ആദ്യമായി വ്യഭിചരിക്കരുത് എന്നാണ് പറഞ്ഞത് എങ്കിൽ അവര് പറയുമായിരുന്നു, ലാ നദഉ സിന അബദ, ഞങ്ങൾ ഒരിക്കലും തന്നെ വ്യഭിചാരം അവസാനിപ്പിക്കുകയില്ല. ഇനി കള്ളുകുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അവര് പറയുമായിരുന്നു, ഞങ്ങൾ ഒരിക്കലും തന്നെ മദ്യപാനം ഒഴിവാക്കുകയില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, ഇന്ന അവ്വല മാ നസല മിനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വിഷയം അദ്ദുആഉ ഇലത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ അമലുകൾ, ഇതൊന്നും പടച്ചറബ് സ്വീകരിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നാളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണല് കിട്ടാനുള്ള മാനദണ്ഡം. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടാനുള്ള മാനദണ്ഡം. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആളുകളെ വിചാരണക്ക് വേണ്ടി വിളിക്കുന്നൊരു ഘട്ടമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഒരു വ്യക്തിയെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വിചാരണക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ അവന്റെ 99ഓളം തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അവന്റെ മുന്നിലേക്ക് വെച്ചു. 99ഓളം വരുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അവന്റെ മുന്നിലേക്ക് വെച്ചു. ഓരോ ഏടും കണ്ണെത്താ ദൂരം വിശാലമായ ഏടുകളാണ്. ഇത് കണ്ട് വേദനയോടെ, സങ്കടത്തോടെ, ബേജാറോടുകൂടി അവൻ വേദനയോടെ, സങ്കടത്തോടെ, ബേജാറോടുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ചറബ്, ഈ തിന്മകളിൽ ഏതെങ്കിലും ഒരു തിന്മ നീ ചെയ്യാത്തതായിട്ടുണ്ടോ? ഈ തിന്മകളിൽ ഏതെങ്കിലും ഒരു തിന്മ മലക്കുകൾ നീ ചെയ്യാതെ രേഖപ്പെടുത്തിയതായിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഒരിക്കലുമില്ല റബ്ബേ, ഞാൻ ചെയ്തത് മാത്രമേ റബ്ബേ അതിലുള്ളൂ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കുന്നു, ഈ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു നന്മ വിട്ടുപോയിട്ടുണ്ടോ? നീ ചെയ്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മ വിട്ടുപോയിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഒരിക്കലും ഞാൻ വിട്ടുപോയിട്ടില്ല. ഇതും കൂടെ കേട്ടോടുകൂടെ അയാളുടെ ബേജാറ് വീണ്ടും വർദ്ധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഇനി എന്തെങ്കിലും ഒരു നന്മ ഇതിൽ രേഖപ്പെടുത്താത്തതുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഒന്നും രേഖപ്പെടുത്താത്തതായിട്ടല്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് പറയണ എന്താ അറിയോ? നിനക്ക് എൻ്റെ അടുക്കൽ ഒരു കാർഡുണ്ട്, ഒരു ബിതാഖത്തുണ്ട്. ഒരു കാർഡ് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ആ കാർഡ് പുറത്തെടുത്തപ്പോൾ അതിൽ എന്താ ഉള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ഈ കാർഡ് കണ്ടപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, അല്ലാഹുവേ, 99ഓളം വരുന്ന തിന്മകളെ കൊണ്ട് വിശാലമായി കിടക്കുന്ന ഈ ഏടുകൾക്ക് പകരമായി എങ്ങനെയാണ് അല്ലാഹുവേ ഈ ചെറിയൊരു ബിതാഖത്ത്, ഷഹാദത്ത് കലിമ രേഖപ്പെടുത്തിയ ഈ ബിതാഖത്ത് എങ്ങനെ പകരമാകും? ഈ തിന്മകളെ ഈ കാർഡ് കൊണ്ട് ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചപ്പോൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയോട് പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ 99 രേഖകളും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയ ഈ കാർഡ് അത് മറ്റേ തട്ടിലും വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആ 99ഓളം വരുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അത് വെച്ച തുലാസിന്റെ ഒരു തട്ട് താണു പോവുകയല്ല, ഉയർന്നു പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയ, ഷഹാദത്ത് കലിമ രേഖപ്പെടുത്തിയ ആ തുലാസിന്റെ ഒരു തട്ടതാ അത് താഴ്ന്നു പോവുകയാണ് കനം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതിന്റെ അതിശക്തമായ കനം കൊണ്ട് 99 ഏടുകളും പാറിപ്പോവുകയാണ്. അവിടെ ആലോചിച്ച് നോക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറാണത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കേണ്ടതുപോലെ കേരളീയ മുസ്ലിം സമൂഹം മനസ്സിലാക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിന് നൽകുന്ന അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇലാഹ് എന്ന് പറയുന്ന പദത്തിന് പണ്ഡിതന്മാർ രണ്ടർത്ഥമാണ് നൽകുന്നത്. ഒന്ന് അൽ ഖാലിഖ്, സൃഷ്ടാവ്. രണ്ട് അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ, ആരാധിക്കപ്പെടുന്നവ. ഇത് രണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇലാഹി എന്ന് പറയുന്ന പദത്തിന് നൽകിയ അർത്ഥമാണ്. എന്നിട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ രണ്ട് നിർവചനങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട്, ഈ രണ്ട് അർത്ഥങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിർവചനം എന്ന് പറയുന്നത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണത്. എന്നാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ അഹ്ലുസുന്നയോട് ചേർന്ന് നിൽക്കുന്ന അശ്അരികളും അതേപോലെ തന്നെ ഖവാരിജുകളുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നിർവചനം നൽകി. അതെന്താണ്? ലാ ഖാദിറ ലിൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കുവാൻ നിർമ്മിക്കുവാൻ കഴിവുള്ളവനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന വിശ്വാസത്തോടുകൂടി തേടിയാൽ മാത്രമേ ഒരു തേട്ടം പ്രാർത്ഥനയാവുകയുള്ളൂ എന്നാണ് ഈ ആളുകൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ആലോചിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നമ്മുടെ നാട്ടിലെ അശ്അരികൾ നൽകിയ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാദിറ ലിൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, അഥവാ ലാ ഖാലിക ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ സൃഷ്ടാവില്ല. ഈ നിർവചനം കൊടുത്തത് കൊണ്ട് എന്താ നമ്മുടെ സമൂഹത്തിലുണ്ടായ അപജയം? എന്താ നമ്മുടെ സമൂഹത്തിലുണ്ടായ അപകടം? അത് നമ്മൾ പഠിക്കണം. മംഗലാപുരത്ത് വെച്ച് നടന്നൊരു സംവാദം നിങ്ങൾ കേട്ടു നോക്കണം. ആ സംവാദത്തിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി MT അബൂബക്കർ ദാരിമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താ ചോദ്യം എന്നറിയോ? വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താ ഇതിൽ പറയുന്നത്? അല്ലാഹുവേ, എന്നെ നേരായ മാർഗത്തിൽ ചേർക്കണേ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗമല്ല, വഴിപടച്ചുപോയവരുടെ മാർഗത്തിലുമല്ല എന്ന് മൊഹിയദ്ദീൻ ശൈഖിനോട് തേടാൻ പറ്റുമോ എന്ന് ഫൈസൽ മൗലവി MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന EK സമസ്തയുടെ ആദരണീയനായ പണ്ഡിതനോട് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? സൂറത്തുൽ ഫാത്തിഹയിലെ ഈ പ്രാർത്ഥന മൊഹിയദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തുണ്ടാകാതിരുന്നാൽ മതി? ഖാലിക്കാണെന്ന വിശ്വാസമില്ലാതെ മൊഹിയദ്ദീൻ ശൈഖിനോട് തേടുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. മൊഹിയദ്ദീൻ ശൈഖ് ഖാലിക്കാണെന്ന വിശ്വാസത്തിലാണ് തേടുന്നതെങ്കിൽ അത് പ്രാർത്ഥനയാണ്, അത് ഇബാദത്താണ്, അത് ശിർക്കാണ്. ഖാലിക്കല്ല എന്ന വിശ്വാസത്തിൽ എന്ത് ചെയ്യാം? മൊഹിയദ്ദീൻ ശൈഖിനോട് തേടാം. എന്താ നമ്മുടെ നാട്ടിൽ ഈ നിർവചനം ഉണ്ടായപ്പോൾ, ഈ നിർവചനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പഠിപ്പിച്ചപ്പോൾ എന്താ നമ്മുടെ നാട്ടിലുണ്ടായത്? നമ്മുടെ നാട്ടിലുണ്ടായത് മലപ്പുറം ജില്ലയുടെ പാലക്കാടിൻ്റെ അതിർത്തിയിൽ നാട്ടുകല്ല് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കല്ലിന് സുജൂദ് ചെയ്യുന്ന കല്ലിനോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയുണ്ടായി. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തൊരു വള്ളിയുണ്ട്. ആ വള്ളിയിൽ പച്ച വിരിച്ചിട്ട് തൊട്ടില് കെട്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. മലപ്പുറം ജില്ലയിലെ ചേന്നരയിലെ അബൂബക്കർ ഹാജി ഗുരുവായൂരിൽ തുലാഭാരം നടത്തി. എന്താ കുഴപ്പോ?
ഗുരുവായൂരിലെ ആരെയാണോ, ആരുടെ പ്രതിഷ്ഠയാണോ അവിടെ ഉള്ളത്, ആ പ്രതിഷ്ഠ ഖാലിക്കല്ല എന്ന വിശ്വാസത്തിൽ അവരോട് തേടിയാൽ എന്താ കുഴപ്പം? ഇതാണ് സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചത്. ഇതാര് പഠിപ്പിച്ച നിർവചനം? മക്കയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, ആ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ ശിർക്കിനെ പഠിപ്പിച്ച സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പീഡിപ്പിച്ച മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയോട് പ്രാർത്ഥിച്ചു, മനാത്തയോട് പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചു. ഇല്ലേ? അവരെങ്ങനെയാ പ്രാർത്ഥിച്ചത്? ലാത്ത ഖാലിക്കാണെന്ന വിശ്വാസത്തിലാണോ? മനാത്ത ഖാലിക്കാണെന്ന വിശ്വാസത്തിലാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാലിക്കാണെന്ന വിശ്വാസത്തിലാണോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഖാലിക്കാണെന്ന വിശ്വാസത്തിലാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കൂ, മക്കയിലെ ജനങ്ങളോട്, മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്. വല ഇൻ സഅൽതഹും, നബിയെ അവരോട് ചോദിക്കണം, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? ആകാശത്തുനിന്ന് മഴ പെയ്യിക്കുന്നതാരാണ്? കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നതാരാ? വമൻ യുദബ്ബിറുൽ അംർ, ജഗനിയന്താവാരാണ്? ലോകത്തെ നിയന്ത്രിക്കുന്നവനാരാൻ? എല്ലാത്തിനും അവർ പറയുന്ന മറുപടി എന്താണ്? അല്ലയാണ്, അല്ലയാണ്, അല്ലയാണ്. അവരെല്ലാത്തിനും പറഞ്ഞ മറുപടി എന്താ പറയാ? അല്ലയാണ്, അല്ലയാണ്, അല്ലയാണ്. പിന്നെ അവർക്ക് എന്താ സംഭവിച്ചത്? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് ലാത്തക്കും മുസ്സക്കും മനാത്തക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും നൽകി. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ സംഭവിച്ചത്. അല്ലേ? അല്ലേ? ആരാധിക്കപ്പെടുന്നവർ ഖാലിക്കല്ല എന്ന വിശ്വാസത്തോടെ, റബ്ബല്ല എന്ന വിശ്വാസത്തോടെ, സ്വയം കഴിവില്ല എന്ന വിശ്വാസത്തോടെ, ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ തേടാമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിലേക്ക് നീട്ടേണ്ട കൈകൾ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്നൊരു ദയനീയമായ ഒരവസ്ഥ ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയാണ്. എന്താ പറയുന്നറിയോ? ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറയാണ്, മാഷാ അല്ലാഹ് വശിഅത യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചാൽ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അള്ളയും നിങ്ങളും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന്റെ കൂടെ പങ്കാളിയാക്കുകയാണോ? നീ എന്നെ അള്ളാഹുവിന്റെ കൂടെ പങ്കാളിയാക്കുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് പറഞ്ഞ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ടോ? അള്ളാന്റെ റസൂല് സ്വഹാബിനോട് ചോദിച്ചു, അല്ല, ഈ ഇത് പറയുന്ന സമയത്ത് ഞാൻ ഖാലിഖാണെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നോ? ഞാൻ ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? ഞാൻ റബ്ബാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? ഞാൻ സ്വയം കഴിവുള്ള ആളാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശിർക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശിർക്കാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചോ? ഇല്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകിയ ഒരു വിശദീകരണമുണ്ട്. അതുകൊണ്ട് ആ വിശദീകരണം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് തസ്ഫിയ? തസ്ഫിയ എന്ന് പറഞ്ഞാൽ സംസ്കരണമാണ്. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ഈ ഉമ്മത്തിനെ സംസ്കരിക്കണം. എന്തിനാണ് വിസ്ഡം യൂത്ത് പ്രൗഢമായൊരു സമ്മേളനം 10-11 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്? ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാണ്? ആ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിലെ മുഴുവൻ യുവാക്കളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം എത്തിക്കണം. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല, സഹിഷ്ണുതയുടെ മതമാണ് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സമകാലിക സംഭവ വികാസങ്ങൾ ഓരോന്നും നമ്മുടെ ഇസ്ലാമിന്റെ മഹാസിനികൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്തരമായി പഠിപ്പിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിയണം, ഇസ്ലാമിന്റെ മഹാസിനികൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകൾ നമ്മൾ വൃത്തിയാക്കണം, വിശുദ്ധമാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ നബിതങ്ങൾ പറയാണ്, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. തകുൻ അഗ്നൻ നാസ്, അങ്ങനെയാകുമ്പോൾ നീ ഏറ്റവും സംതൃപ്തകരമായ ഗിനൻ നഫ്സ്, ഏറ്റവും സംതൃപ്തകരമായ ജീവിതം നിനക്ക് നയിക്കാൻ കഴിയുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇവിടെ റസൂലുള്ള പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, റിള. റിള എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സുകൂനുൽ ഖൽബി ഇലാ ഇഖ്തിയാരി റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. അല്ലാഹു തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? മോള് നമ്മുടെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? മോളോട് നമ്മൾ സമാധാനപ്പെടുത്തും, പ്രശ്നങ്ങൾ ചോദിച്ചറിയും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യ എന്താ പറയുകയെന്നറിയോ? എന്താ പറയുക? നമ്മുടെ ഭാര്യ ചിലപ്പം പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പാപ്പ ശരിക്കും അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. നമ്മളെ മോള് കുടുങ്ങി എന്താ? നിങ്ങൾ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കട്ടെ. ഇതാരാ പറയണത്? ഒരു മുസ്ലിമായ ഒരു മുഅ്മിനത്തായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇതൊരിക്കലും പറയാൻ പാടില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ ആരെ കല്യാണം കഴിക്കും, എൻ്റെ വിവാഹം ഏത് പ്രായത്തിൽ, എല്ലാം പടച്ചോന്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാണ്. അള്ളാഹ് തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. അതാണ് സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗം. അതുകൊണ്ടാണ് ഇവിടെ പഠിപ്പിച്ചു തന്നത്, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. അള്ളാഹ് വിധിച്ചതിൽ സംതൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ പ്രിയപ്പെട്ടവരെ കുറവുകളില്ലാത്തത്? ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് കുറവുകളെ കുറിച്ച് പറയാനുണ്ട്, ഭർത്താവിന് ഭാര്യൻ്റെ കുറവുകൾ പറയാനുണ്ട്. നമ്മളാരും മലക്കുകളല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. അബദ്ധങ്ങളും പ്രശ്നങ്ങളും ന്യൂനതകളുമൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ആ ന്യൂനതകളെ പരസ്പരം തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതുപോലെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ രസവും ജീവിതത്തിൻ്റെ സന്തോഷവും ജീവിതത്തിൻ്റെ ആനന്ദവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ 2 രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാവും. നന്മ കൊണ്ട് പരീക്ഷിക്കും, തിന്മ കൊണ്ട് പരീക്ഷിക്കും. നന്മ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അശ്ശുക്റു അലാ നിഅമതില്ലാ, അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വല ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു തന്നു. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ ശുക്ർ ചെയ്യണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അസ്വബ്റു അലൽ അദാഫി, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ വിചാരിക്കും, പടച്ചോ എന്നെ മാത്രമാണല്ലോ പരീക്ഷിക്കുന്നുള്ളൂ. ആളുകൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പടച്ച റബ്ബി എന്നെ മാത്രമാണല്ലോ പരീക്ഷിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസ് കാണാം, ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നുപോയവരാണ് പ്രവാചകന്മാരെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരോട് അള്ളാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ പ്രവാചകന്മാരെ ഇത്രയധികം പരീക്ഷിച്ചത്? അല്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പം സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, ഭർത്താവിൻ്റെ വിഷയത്തിൽ, ശമ്പളത്തിൻ്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ, സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ഈ ഒരു സംതൃപ്തി നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. നാലാമത് പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മൾ മുഴുകണം.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. തഫറഖ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക. അംല ഉസ്വദറക ഗിന, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഐശ്വര്യം നിറച്ചു തരുന്നതാണ്. വഅസുദ്ദ ഫഖറക്, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ തൊട്ട് തടയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഐശ്വര്യം നിറക്കുകയും അതേപോലെ തന്നെ ദാരിദ്ര്യത്തെ തൊട്ട് നിങ്ങളെ തടയുകയും ചെയ്യും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വഇല്ലം തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അംലഉ യദൈക ശുഗ്ലാ, എല്ലുമുറിയെ പണിയെടുക്കുകയാണെങ്കിലും വലം അസുദ്ദ ഫഖറക, നിങ്ങളുടെ ദാരിദ്ര്യം തീരുന്നതല്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ആലോചിച്ച് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകിയാൽ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിറച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്തു തരുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ മുഴുകുന്നില്ല എങ്കിൽ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ മടിയന്മാരാണെങ്കിൽ, അലസന്മാരാണ് എങ്കിൽ, അശ്രദ്ധരാണ് എങ്കിൽ, റസൂലുള്ള പറയുന്നു, എല്ലുമുറിയെ പണിയെടുത്താലും നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരികയില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് എത്ര വിശാലമാണ്. അള്ളാഹുവിൻ്റെ നോട്ടമില്ലാതെ, പരിഗണനയില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യൂമായ ഖയ്യൂമായ റബ്ബേ, എന്താ പറയുന്നത്? ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു റബ്ബേ. വഅസ്ലിഹ് ലീ ശഅനി കുല്ലാ, നീ എൻ്റെ കാര്യങ്ങൾ മുഴുവനും ശരിയാക്കി തരണേ റബ്ബേ. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അല്ലാഹുവേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ പറയാണ് പടച്ചവനോട്, പടച്ചവനെ ഒരു സെക്കൻഡ് പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, എനിക്കെന്നെ നോക്കാൻ പറ്റൂല. നിന്റെ കാരുണ്യം ഇല്ലാതെ, നിന്റെ സഹായം ഇല്ലാതെ, നിന്റെ പരിഗണന ഇല്ലാതെ പടച്ചവനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. അപ്പൊ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ദിക്റുകളുടെ ദുആകളുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? പ്രാർത്ഥനകളുടെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ഗൗരവതലത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ടു പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബത്ത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ആരെങ്കിലും നാളെ റബ്ബിനെ മുസ്ലിമായ നിലയിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാന്റെ റസൂലിന് ദീന് കേട്ട് പഠിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളായ നിലയിൽ പടച്ചോനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയോ? 5 നേരത്തെ നിസ്കാരം എവിടുന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി നിർവഹിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. എന്നിട്ടോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ തറക്തുക്കും സുന്നത നബീക്കും, അള്ളാന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്ന പ്രവാചക ചര്യയെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ, അള്ളാന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ലളലൽതും ലളലൽതും ലളലൽതും, നിങ്ങൾ പിഴച്ചു പോകുന്നല്ല കേട്ടോ പറഞ്ഞത്, പിഴച്ചു പോവുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ. നമ്മളെ പിഴച്ചു പോകും. നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്കൊക്കെ ഈമാനിൽ കുറവ് വരുപ്പ നമ്മുടെ നിസ്കാരം റെഡിയാകാതിരിക്കുമ്പോഴാണ്. ഹറാമ് കാണാൻ തോന്നുന്നത്, ഹറാമ് കേൾക്കാൻ തോന്നുന്നത്, ഹറാമിൽ സാക്ഷ്യം വഹിക്കാൻ തോന്നുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഉയരുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ഈമാൻ നിറക്കുന്ന ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നസ്സലാ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. സകല നീചവൃത്തികളിൽ നിന്നും അനീതികളിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മനുഷ്യനെ തടയുന്ന പരിചയമാണ് നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. അപ്പൊ നമ്മളിൽ എത്ര പേർക്ക് ആ നമസ്കാരം ഈ ഗുണങ്ങൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ നമസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് കുത്തിബത്ത് മിൻ വഫ്ദിർ റഹ്മാൻ, അവൻ പരമകാരുണികന്റെ സംഘത്തിൽപ്പെട്ടവരാണ്, അവനെ അങ്ങനെയാണ് പടച്ച റബ്ബിന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടുക എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ അള്ളാന്റെ രേഖയിൽ വഫ്ദുർ റഹ്മാൻ, പരമകാരുണികന്റെ ആ സംഘത്തിൽ നമ്മൾ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ വേണം, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മത വേണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചെറുതൊന്നല്ല, വലുതാണ്. നിരന്തരമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സമകാലിക സാഹചര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ റമദാനിൽ ഞാൻ പലപ്പോഴും എൻ്റെ സംസാരങ്ങളിലൊക്കെ പറയലുണ്ട്, ഖിയാമുൽ ലൈൽ നടക്കുന്ന പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അങ്ങനെ ഖിയാമുൽ ലൈലിന് വേണ്ടി ഒരു ഫാമിലി അവിടെ വന്നതാണ്. അങ്ങനെ ഏകദേശം സംസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്തു, ഖുർആനൊക്കെ എടുത്ത് ഓതുന്നു, ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. ഖിയാമുൽ ലൈലിന് വളരെ ഉന്മേഷത്തോടു കൂടി എഴുന്നേൽക്കാൻ വേണ്ടി ചില ആളുകൾ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഒരു വാപ്പ പറഞ്ഞു, മോളെ കാണാനില്ല. +1 പഠിക്കുന്ന മോളെ കാണാനില്ല. അങ്ങനെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് എല്ലാ സ്ഥലവും അന്വേഷിച്ചു, ഇവിടെയും കാണുന്നില്ല. അങ്ങനെ ആ സ്ഥാപന മേധാവിയെ നമ്മൾ ബന്ധപ്പെട്ട് പള്ളീൻ്റെ സെക്രട്ടറിയെ കണ്ട് അവിടുത്തെ CCTV നമ്മൾ പരിശോധിച്ചു. CCTV പരിശോധിച്ചപ്പോൾ 12:30 മണിക്ക് +1 പഠിക്കുന്ന മോളെന്താ ചെയ്തെന്നറിയോ? കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ കൂടെ ബൈക്ക് കയറി യാത്ര ചെയ്തു. 2 മണി ഖിയാമുൽ ലൈൽ തുടങ്ങുന്ന സമയത്ത് തിരിച്ചു വരികയും ചെയ്തു. പാപ്പ ഒന്നും പറഞ്ഞില്ല, ഉമ്മയൊന്നും പറഞ്ഞില്ല. വീട്ടിലെത്തി. പാപ്പ ചോദ്യം ചെയ്തു. ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല, പലതും നിഷേധിച്ചു. പാപ്പ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. സമ്മതിക്കേണ്ടി വന്നു. പാപ്പ കൊടുത്തു നല്ല അടി. നമ്മളൊക്കെ വാപ്പാരാണ്, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, നമ്മളൊക്കെ ചിലപ്പോൾ അടിക്കും. അടിച്ചു. ഏകദേശം 10 മണിയായപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുകയാണ്. മോള് വാപ്പാക്കെതിരെ പരാതി കൊടുത്തു. ആ മനുഷ്യൻ ഇപ്പോഴും കൈപിടിച്ചിട്ട് അന്ന് മിമ്പറിൻ്റെ ചോട്ടെന്ന് പറയാണ്, മൗലവി 3 ദിവസം റമദാനിലെ അവസാനത്തെ 10 3 ദിവസം ജയിലിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വന്നു ഞാൻ. എനിക്കെതിരെ കേസ് കൊടുത്താരെന്നറിയോ? എൻ്റെ മോളാണ്. നമ്മളെ നാടിൻ്റെ അവസ്ഥയാണിത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വസ്ഥത വേണം, നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം വേണം, നമ്മുടെ വീട്ടിൽ ഐക്യം വേണം, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാകണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വചനം കാണാം. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന വീടും അല്ലാഹുവിനെ ഓർക്കാത്ത വീടും ഏതുപോലെയാണ്? മസലുൽ ഹയ്യി വൽ മയ്യിതി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജീവനുള്ള വീട് പോലെയാണ്, ജീവനില്ലാത്ത ശവം പോലെയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുന്ന വീടില്ലേ, നമസ്കാരം നടക്കുന്ന വീടില്ലേ, ദിക്റുകളും ദുആകളും ചൊല്ലുന്ന വീടില്ലേ, ആ വീട് ജീവനുള്ള വീടാണ്. മറ്റേത് ജീവനില്ലാത്ത ശവത്തോടാണ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ
തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടിൽ നിന്ന് പിശാച് ഇറങ്ങിയോടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെ വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം, ദിക്റുകൾ വേണം, ദുആകൾ വേണം. ആരാ പ്രിയപ്പെട്ടവരെ? പിശാച്. ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നമ്മളൊക്കെ ശത്രുവാരാ? നമ്മളെ ശത്രുവാരാ? അല്ലേ? മരുമക്കൾ പറയും ഞങ്ങളെ ശത്രു അമ്മായിമ്മയാണ്, അല്ലേ? അമ്മായിമ്മമാര് പറയും മരുവോളാണ്. ഇതൊന്നല്ല ശത്രു. നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? പിശാചാണ്. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് ശൈത്താന്റെ പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ദീർഘമായ ഹദീസിൽ കാണാം, ഇബ്ലീസ് തന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് തന്റെ അനുയായികളോട് പറയാണ്, എല്ലാവരെയും പോയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെ ഇബ്ലീസ് എന്ത് ചെയ്യും? അവന്റെ കൂട്ടാളികളൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഓരോരുത്തരെ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലും. എന്നിട്ട് ഇബ്ലീസിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഞാൻ ഇന്നാളെ പേപ്പിച്ചു, ഇന്നാളെ പേപ്പിച്ചു. അപ്പൊ ഇബ്ലീസ് അവരോട് തിരിച്ചു പറയുന്ന മറുപടി എന്തറിയോ? മാ സനഅത ശൈഅ, നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അവസാനം ഇബ്ലീസിന്റെ ഒരു കൂട്ടാളി വന്നിട്ട് പറയാണ്, പിന്നെ ഞാനൊരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും പിന്നാലെ കൂടി 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 അവസാനം രണ്ടുപേരെയും ത്വലാഖ് ചൊല്ലി വേർപിരിച്ചിട്ടാണ് വരുന്നത്. ഇബ്ലീസ് പറയാണ്, നിഅമ അൻത, നീ എത്ര നല്ല ആളാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയാ, നീയാണ് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂറുള്ള, പണി നല്ലോണം എടുത്ത തൊഴിലാളി എന്ന് ആര് പറയും? ഇബ്ലീസ് പറയുന്ന. അപ്പൊ ഇബ്ലീസിൻ്റെയും കൂട്ടാളികളുടെയും പണി എന്താ അറിയോ? നമ്മളെ പരസ്പരം തെറ്റിക്കുക, നമ്മുടെ ഐക്യം തകർക്കുക. ഇതാണ് ഇബ്ലീസിന്റെ പണി. ആ ഇബ്ലീസിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പണിയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യണം. മാത്രമല്ല, നബിതങ്ങളിൽ നിന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ബൈത്ത് ലയത്തസിഉ അലാ അഹ്ലിഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര ചെറിയ വീടാണെങ്കിലും ആ ചെറിയ വീട്, ആ വീട്ടിൽ ഇങ്ങക്കൊരു പടച്ചോൻ വിശാലത നൽകും. ഇത് ചെറിയ വീടായിരിക്കും, പക്ഷെ ആ വീട്ടിൽ നമുക്കൊരു ഭയങ്കര മനസ്സിന് ഭയങ്കര സ്വസ്ഥതയും സമാധാനവും വിശാലതയും ഒക്കെ തരും. എങ്ങനെയാവുമ്പോൾ എന്നറിയോ? വതഹ്ലുറുഹുൽ മലായിക, ആ വീട്ടിൽ മലക്കുകൾ സന്നിഹിതരാകും. വതഹ്ജുറുഹു ശയാതീൻ, ആ വീടുകളിൽ നിന്ന് പിശാചി ഇറങ്ങിയോടും. വയക്സുറു ഖൈറ, ആ വീട്ടിൽ ഇങ്ങനെ നന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഏത് വീടാണെന്നറിയോ? ഈ യുഖ്റഉ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാണത്. അവിടെ ആലോചിച്ചു, 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എത്ര ചെറിയ വീടാണെങ്കിലും അവിടെ ഒരു വിശാലത പടച്ചങ്ങളെ മനസ്സിന് തരും. രണ്ടാമത് പറഞ്ഞെന്തറിയോ? മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, റഹ്മത്തിന്റെ മലക്കുകളുടെ. മൂന്നാമത് പറഞ്ഞെന്തറിയോ? പിശാചുക്കൾ അവിടുന്ന് ഇറങ്ങി ഓടും. നാലാമത് പറഞ്ഞെന്തറിയോ? ആ വീട്ടിൽ ഇങ്ങനെ നന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു വരും. എന്ത് വേണം? ആ വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വഇന്നൽ ബൈത്ത് ലയളീഖു അലാ അഹ്ലിഹി, ഒരു വീട് എത്ര വിശാലമാണെങ്കിലും അത് കുടുസാകുന്നതാണ്. എത്ര വലിയ വീട്ടിന്റെ ഉള്ളിലാണ് താമസിക്കുന്നതെങ്കിലും, അതേ കൊട്ടാരം പോലെയുള്ള വീട്ടിന്റെ ഉള്ളിലാണ് താമസിക്കുന്നതെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ ഖബറിന് സമാനമായ മാനസികാവസ്ഥയുണ്ടാകും. എന്നിട്ടോ അവിടെ പഠിപ്പിക്കുകയാണ്, വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ ആ വീട് വിട്ടുപോകുന്നതാണ്. വതഹ്ലുറുഹു ശയാതീൻ, പിശാചുക്കളുടെ സാന്നിധ്യമുണ്ടാകുന്ന വീടാണ്. വയഖില്ലു ഖൈറാ, നന്മകൾ ഓരോന്നായി കുറയുന്ന വീടാണ്. ഏത് വീടാണെന്നറിയോ? അല്ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്ത വീടില്ലേ, ആ വീടിനെ കുറിച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര വിശാലമായ വീടാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ കുടസതയുണ്ടാകുമേ, അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല, അവിടെ പിശാചുക്കളുടെ സാന്നിധ്യമാണ്. അവിടെ നന്മകൾ ഓരോന്നായി കുറഞ്ഞു പോകുന്നതാണ്. ഖുർആനിന്റെ പാരായണമില്ലാത്ത വീടാണത്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഉണ്ടോ? ഉണ്ട്. ആര്? മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പാരായണം ചെയ്യും, അല്ലാത്തവർക്ക് ഓടുന്ന സമയം. അവിടെ ആലോചിച്ച് നോക്ക്. നമ്മളെ വീട്ടിലൊരു 4 ഖുർആൻ ഉണ്ടെങ്കിൽ, 5 ഖുർആൻ ഉണ്ടെങ്കിൽ, അതാരെ ഖുർആനാണ്?
അത് 4ാം ക്ലാസ് പഠിക്കുന്ന മോളെ ഖുർആനാണ്. മറ്റേതോ 7ാം ക്ലാസ് പഠിക്കുന്ന മോൻ്റെ ഖുർആനാണ്. ഞമ്മക്ക് ഓതാൻ ഖുർആനുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ചു. റമദാനിലൊരു ഖുർആൻ ഓതുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഖുർആൻ ഓതലുണ്ടോ? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖബറിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? ഹൽ തദ്രി, അയാൾ ചോദിക്കാൻ എന്താ ചോദിക്കുന്നത്? ഹൽ തഅരിഫുനി, എന്നെ അറിയുമോ, എന്നെ അറിയുമോ? നമ്മൾ പറയും ലാതിരി, എനിക്കറിയില്ലല്ലോ, ഞാൻ ഇതുവരെ കാണാത്ത വ്യക്തിയാണല്ലോ. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, എന്നെ അറിയുമോ, എന്നെ അറിയുമോ? നമ്മൾ പറയും അറിയില്ല, അറിയില്ല. അവസാനം വന്നയാൾ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. രാവന്തിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്നെ നീ സജീവമാക്കിയില്ലേ, ആ ഖുർആനാണ് ഞാന്. ഭാര്യ കടന്നുറങ്ങുന്ന സമയത്ത്, ഭർത്താവ് കടന്നുറങ്ങുന്ന സമയത്ത്, മക്കളെല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത്, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന സമയത്ത് മുസല്ലയിൽ ഇരുന്നിട്ട് മണിക്കൂറുകളോളം ഉറക്കമയിച്ചുകൊണ്ട് എന്നെ നീ പാരായണം ചെയ്തില്ലേ. അനസ്വാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖുർആൻ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുമോ? നാളെ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അള്ളാഹുവിന്റെ കോടതിയിലെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, തൊലികൾ നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, എല്ലുകൾ നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, 2 തൊടകൾ നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, ശരീരത്തിലെ കണ്ണുകളും കൈകളും കാലുകളുമെല്ലാം നമുക്കെതിരെ സാക്ഷി പറയുമ്പോ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് പ്രിയപ്പെട്ടവരെ പരലോകത്തുള്ളത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, അത് നാളെ പരലോകത്ത് കടന്നു വരുന്നതാണ്. ശഫീഅൽ ലിഅസ്ഹാബിഹി, അതിന്റെ ആൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ നാളെ പരലോകത്ത് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും നമുക്കെതിരാകുന്ന ലോകത്ത്, ഭാര്യ എതിരാകുന്ന, മക്കളെതിരാകുന്ന, കുടുംബമെതിരാകുന്ന, എല്ലാവരും എതിരാകുന്ന ലോകത്ത് നമുക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ഈ ഖുർആൻ നാളെ പരലോകത്തുണ്ടാകുമോ? ഈ ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉണ്ടാകുമോ? ഇഖ്റഊ അസ്സഹ്റാ, നിങ്ങൾ 2 പുഷ്പങ്ങളെ പാരായണം ചെയ്യണേ. അത് 2 വലിയ പക്ഷിക്കൂട്ടങ്ങളെ പോലെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി തണല് വിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ളൊരു സൂറത്തുണ്ട്, അത് നിങ്ങൾ പാരായണം ചെയ്യണേ. അതിന്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. അത് നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നാളെ ഖബറിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ വരുന്ന ഖബറിലേക്ക് അദാബിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് അവിടെ കാവൽ നിൽക്കുകയാണ് സൂറത്തുൽ മുൽക്ക്. എന്നിട്ട് കാലിന്റെ ഭാഗത്തു നിന്ന് പറയുന്നു, ഇത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത വ്യക്തിയാണ്, ഈ വ്യക്തിയെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. വയറിന്റെ ഭാഗത്തിലൂടെ വരുമ്പോ, തലഭാഗത്തിലൂടെ വരുമ്പോ, ഏത് ഭാഗത്തിലൂടെ കടന്നു വരുമ്പോഴും സൂറത്തുൽ മുൽക്ക് പറയുകയാണ്, ഇതെന്നെ പാരായണം ചെയ്ത ബോഡിയാൻ, ഇതെന്നെ പാരായണം ചെയ്ത വ്യക്തിയാൻ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഖബറിൽ മാത്രമല്ല പരലോകത്ത് വരെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഖുർആൻ കടന്നു വരണമെങ്കിൽ ഈ ഖുർആനുമായി നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ടാകണം. ഖുർആന് നമ്മൾ പാരായണം ചെയ്യണം, ഖുർആന് നമ്മൾ പഠിക്കണം, ഖുർആനെ പറ്റി നമ്മൾ ചിന്തിക്കണം, ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. ഈ 4 സമീപനങ്ങളും നമ്മളിൽ ഉണ്ടാകണം. അത് റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. അതാ ഞാൻ പറയുന്നത്, വീട്ടിൽ റഹ്മത്തും ബറക്കത്തൊക്കെ ഉണ്ടാകണമെങ്കിൽ വീട്ടിൽ ഖുർആനിന്റെ പാരായണം ഉണ്ടാകണം. ഇതിന്ന് നന്നേ കുറഞ്ഞു. എന്താ ഇന്നത്തെ പ്രശ്നം എന്താ അറിയോ? എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. എന്നിട്ടോ ഇന്ന് വലിയൊരു പ്രശ്നം എന്താ അറിയോ? പ്രത്യേകിച്ചു സഹോദരിമാരൊക്കെ പിന്നെ ഈ 4ാം ക്ലാസ് പഠിച്ച ആൾക്കാരൊക്കെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ മെമ്പറാണ്.
പിന്നെ 8ാം ക്ലാസ് പഠിച്ച UP സ്കൂളിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഹൈസ്കൂളിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, +2 പഠിച്ചിടത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ പിന്നെ B.Ed പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും, PGക്ക് പഠിച്ചിടത്തിലുണ്ടാകും. ഈ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ മെമ്പർമാരാണ്. പിന്നെ നാത്തൂമാർ മാത്രമുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അമ്മായിമ്മമാർ മാത്രമുള്ളൊരു ഗ്രൂപ്പ്, പെങ്ങന്മാർ മാത്രമുള്ളൊരു ഗ്രൂപ്പ്, ഫാമിലിക്ക് പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പ്, ഭർത്താവിൻ്റെ ആൾക്കാർ മാത്രമായിട്ടുള്ളൊരു ഗ്രൂപ്പ്. ഈ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ മെമ്പർമാരാണ്. പക്ഷേ പടച്ചോൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ മെമ്പറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ QHLSൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അതിന് വരാൻ നമ്മൾ സന്നദ്ധരല്ല. നമ്മുടെ നാട്ടിൽ വിജ്ഞാനവേദി ഉണ്ട്, അതിൽ നമ്മൾ എത്തൂല. നമ്മുടെ നാട്ടിൽ ദീന് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അതിലൊന്നും നമ്മൾ മെമ്പറല്ല. ഇനി ചില ആളുകളൊക്കെ പറയലുണ്ട് വീട്ടിൽ നിന്ന് ഒരു നിലക്കും ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. പ്രായമുള്ള ആൾക്കാർ വീട്ടിലുണ്ട്. അതിനെന്താണെന്നറിയോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ദീന് പഠിക്കാനുള്ളൊരു അവസരമാണ് 24 മണിക്കൂറും കേൾവി സാധ്യമാകുന്ന പീസ് റേഡിയോ. ഖുർആൻ പഠിക്കാനും ഫിഖ് പഠിക്കാനും ചരിത്രം പഠിക്കാനും സമകാലിക വിഷയങ്ങൾ പഠിക്കാനും ഏത് വിഷയങ്ങളിലും ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന നമ്മുടെ റേഡിയോ എത്ര പേര് കേൾക്കലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. ആദർശം പഠിക്കാൻ അഹ്ലുസുന്ന ആദർശ പഠന ക്ലാസ്സുകൾ എത്ര. ഇന്നത്തെ ലിബറൽ കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരക്കാത്ത പ്രവർത്തനങ്ങൾ, അത് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നുകാട്ടുന്ന ജനകീയ വിചാരണകൾ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരമായി നമുക്ക് കേൾക്കാൻ ഇതൊക്കെ അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല സഹോദരങ്ങളെ, വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇതൊക്കെ നമുക്ക് നിസ്സാരമെന്നാ തോന്നുക, പക്ഷേ ഇതൊക്കെ വളരെ ഗൗരവതരമാണ്. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇദാ ദഖല അർ-റജുല ബൈത്ത്, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി, ഒരാൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒരാൾ ബിസ്മി ചൊല്ലുകയാണെങ്കിൽ പിശാച് അവിടുന്ന് പറയും, ലാ മബീത ലക്കും വലാ അശാ, ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല, ഇവിടെ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണവുമില്ല. അവിടുന്ന് പറയാണ്, ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഇല്ല, ഇവിടെ നിങ്ങൾക്ക് എന്താണ് താമസിക്കാനുള്ള സൗകര്യമില്ല എന്ന് ശൈത്താൻ പറയുന്നതാണ്. എന്നാലും ഒരാൾ ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ബിസ്മി ചൊല്ലാതെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നെങ്കിൽ ശൈത്താൻ പറയും, ഇന്നിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഇന്നിവിടെ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിയോ? നമ്മൾ ഊണും ഉറക്കവും കൊടുത്ത് പിശാചിന്റെ സഹായികളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടുള്ളതല്ല. ഒരിക്കലും പിശാചിന്റെ സഹായികളായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നമ്മുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സഹായകമാകുന്ന മറ്റൊരു കാര്യമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല. എന്നിട്ട് പറയാൻ, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ഇണക്കമുണ്ടാകും, ഇഷ്ടമുണ്ടാകും. ഏതാണ് കാര്യമെന്നറിയോ? പ്രവാചകര് പറയാണ്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണേ. അള്ളാന്റെ റസൂല് പറയാണ്, സലാമിനെ വ്യാപിപ്പിക്കണേ. ഇങ്ങോട്ട് നോക്ക്, കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ പ്രവാചകര് പഠിപ്പിച്ചെന്നൊരു കാര്യം എന്താ അറിയോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം, വ്യാപിപ്പിക്കണം. സഹാബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്, റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? അവര് ഒരു മറക്ക് പിന്നിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോലും സലാം പറയും. ഇന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്ക്, വീട്ടിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വാപ്പാനോടും ഉമ്മാനോടും അസ്സലാമു അലൈക്കും, മദ്രസയിൽ പോവാണ്, സ്കൂളിൽ പോവാണ്, തിരിച്ചു വരുന്ന സമയത്ത് അസ്സലാമു അലൈക്കും. ഈ മര്യാദ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ വീട്ടിലുണ്ടാകണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് സലാം പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം എന്താ അറിയോ? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സുദൃഢമാകാൻ
അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നൊരു കാര്യമാണ് എന്ത്? സലാം വ്യാപിപ്പിക്കുക എന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിർവഹിക്കണം. അള്ളാഹിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചു, ഇദാ ഖദാ അഹദുകും മസ്വല ഫീ മസ്ജിദിഹി, ഒരാൾ തൻ്റെ പള്ളിയിൽ വെച്ചിട്ട് നമസ്കാരം നിർവഹിച്ചാൽ ഫല്യജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, അവൻ്റെ നമസ്കാരത്തിൽ നിന്നൊരു ഓഹരി അവൻ്റെ വീട്ടിലേക്ക് അവൻ മാറ്റിവെച്ചു കൊള്ളട്ടെ. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, ആ നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വീട്ടിൽ ബറക്കത്ത് കൊണ്ടുവരുന്നതാണ്, റഹ്മത്ത് കൊണ്ടുവരുന്നതാണ്. ഞാനല്ല പറയണത്, വഹിയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിൽ ബറക്കത്തും നമ്മുടെ വീട്ടിൽ റഹ്മത്തും നമ്മുടെ വീട്ടിൽ സമാധാനവും കടന്നു വരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഫർള് നമസ്കാരമാണ് നമ്മൾ എവിടെ വെച്ച് നിർവഹിക്കേണ്ടത്? നമ്മൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ടത്. ഫർളല്ലാത്ത നമസ്കാരങ്ങൾ നമ്മൾ എവിടെ വെച്ച് നിർവഹിക്കണം? നമ്മൾ സുന്നത്തായ നമസ്കാരങ്ങൾ അത് നമ്മുടെ വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. അത് വീട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും കടന്നു വരാനുള്ളൊരു മാർഗമാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ കുറിച്ചാണ്. നമ്മുടെ മക്കൾ, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മുതൽ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന മുതൽ നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. സക്കരിയ നബി അലൈഹിസ്സലാം 128 വയസ്സായി. ഈശാ ബിന്ത് ഫാഖൂദ് എന്ന പ്രിയപ്പെട്ട ഭാര്യക്ക് 98 വയസ്സായി. മുന്നിലൊരു പ്രതീക്ഷയുമില്ല, റബ്ബിലുള്ള പ്രതീക്ഷ മാത്രമേ അവർക്കുള്ളൂ. എന്നിട്ട് അവർ റബ്ബിനോട് നടത്തുന്ന ഒരു ദുആ ഉണ്ട്, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാര് മുഴുവൻ നടത്തിയ പ്രാർത്ഥനകളിൽ അവരൊക്കെയും പ്രയോഗിച്ചൊരു പ്രയോഗം എന്താ അറിയോ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ മിൻ ദുർരിയതിനാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകളിൽ അള്ളാഹുവേ ത്വയ്യിബത്തായ നല്ലവരായ മക്കൾ ഞങ്ങൾക്ക് തരണേ. നമ്മൾ പറയും എന്താ പറയുക, പടച്ചോനൊരു കുട്ടീനെ തരണേ, കുട്ടീനെ അല്ല. ഏറ്റവും ഇങ്ങോട്ട് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് ചോദിക്കണം. സ്വർഗത്തെ ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കണമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങോട്ട് നോക്കൂ, പ്രാർത്ഥനക്കുത്തരം കിട്ടിയ എത്രയെത്ര ചരിത്രങ്ങളാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുള്ളത്. അത്ഭുതകരമായ ചരിത്രങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു സമയം, അല്ലെ, ഓരോ ദിവസവും നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളർന്നു വരുന്ന മക്കളുടെ വിഷയത്തിൽ നമ്മൾ വലിയ ആശങ്കയിലാണ്. അതിലൊന്നാമത് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അവർക്ക് മതം പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് മതം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മൂന്നാമത്തത്, അവർക്ക് വളരാൻ ആവശ്യമായ ഗാർഹിക അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നല്ലത് കേട്ട്, നല്ലത് കണ്ട്, നല്ലതിന് സാക്ഷ്യം വഹിച്ച് വളരാൻ പറ്റിയ ഒരു വീടായി നമ്മുടെ വീടിനെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സംഗീതമുള്ള, സിനിമയുള്ള, തോന്നിയാസങ്ങളുള്ള വീടായി നമ്മുടെ വീട് മാറരുത്. എന്നെന്തറിയോ? ഇതൊക്കെ നോർമലൈസ് ചെയ്ത് അതൊന്നൊരു പ്രശ്നമില്ലാതായി മാറി. നമ്മുടെ മൊബൈലിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ കണ്ട്, പിന്നെ അതൊരു അരമണിക്കൂർ വീഡിയോ ആയി, പിന്നെ 1 മണിക്കൂറായി, 3 മണിക്കൂർ സിനിമ എന്നുള്ളത് അതൊരു പ്രശ്നമില്ലാതായി മാറി. സകല തോന്നിയാസങ്ങളും നോർമലൈസ് ചെയ്തുകൊണ്ട് സകല തോന്നിയാസങ്ങളും ഈ ഉമ്മത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ എന്ത് ചെയ്യാന്നറിയോ?
ഈ സിനിമ ഒരു മാധ്യമമാക്കി സ്വീകരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം. ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ? ഇന്ന് നമ്മുടെ മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ഒരു കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ മക്കൾ ഉപയോഗിച്ചിരുന്നതും ഇന്ന് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്നാണ് നമ്മുടെ മക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങൾ സ്കൂളിൽ ഞാനിങ്ങനെ KG ക്ലാസ്സിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ, KGയിൽ പഠിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ മെഴുകിൻ്റെ കളർ എടുത്തിട്ട്, ചുവന്ന കളർ എടുത്തിട്ട് മറ്റേ കുട്ടിൻ്റെ ചുണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഈ 4 വയസ്സുള്ള KGയിൽ പഠിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ വരച്ച് കളറ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോന്നാണ് എന്നെങ്ങനെയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്? KG പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു ലവിൻ്റെ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി പറയും, ഇതെൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, ഇതിനപ്പുറത്തെന്തോ ഒന്നാണ്. മാധ്യമങ്ങളാണ് നമ്മുടെ കുഞ്ഞു മനസ്സുകളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കില്ലാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരാരാണ്? നമ്മളാണ്. ഇന്നത്തെ ന്യൂജൻ ഉമ്മമാരാണ് നമ്മുടെ മക്കളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഇതിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ചില രക്ഷിതാക്കളുടെ ഒക്കെ മനസ്സിലുണ്ടാകുക എന്താ അറിയോ? ഇട്ടിട്ടൊക്കെ പോട്ടെ, നല്ല കുട്ടികളൊക്കെ കണ്ടിട്ട് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയാണെങ്കിലും ഒരു ലൈഫ് കിട്ടുകയല്ലേ അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മുഖത്ത് പൊട്ടിയിട്ട് ചുണ്ടുമ്മല് വാരിത്തേച്ച് കണ്ണുമ്മലും കഴുത്തിലും എല്ലാവരും അതും ഇതൊക്കെ വാരിത്തേച്ച് പോകുന്ന ആൾക്കാരെ കുറിച്ചിട്ട് സമൂഹത്തിന് ഒരു മതിപ്പുണ്ടാവില്ല. ഒരു കല്യാണാലോചന വരുന്ന സമയത്ത് പോലും എന്തൊക്കെയോ വാരിത്തേച്ച് പോകുന്ന പെൺകുട്ടിയല്ലേ വേണ്ടട്ടോ, അത് നമുക്ക് വേണ്ടെന്ന് പറയും. ഒരു നല്ല കുടുംബത്തിൽ നിന്നും ഒരു കല്യാണാലോചന വരൂല. പിന്നെ എന്താ ഉണ്ടാകുന്നറിയോ? ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുടെ പിന്നാലെ നടക്കാൻ റോഡിന്റെ സൈഡിലും അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന ചില ചങ്ങായിമാരുണ്ടാകും. ഇവരെ പിന്നാലെ കൂടും എന്ന് പറയല്ല, ഇവരെ പിന്നാലെ കൂടി നടന്ന് സ്നേഹം നടിച്ച് പ്രേമം നടിച്ച് അവസാനം അവരുടെ സമ്പത്തും സൗന്ദര്യവും എല്ലാം അടിച്ചു മാറ്റി അവസാനം പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നത് പോലെ അവസാനം വലിച്ചെറിയും. എന്താ ഉണ്ടാകുക അവസാനം? ശാരീരിക ബന്ധം പോലും നടന്നു. എവിടെ? കണ്ണൂർ ജില്ലയിൽ 11 നോക്കണം, 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ 11 പേരാണ് പീഡിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെ വാർത്തകൾ കേട്ടുനോക്കി. ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. പ്രഗ്നന്റ് ആണ്, എന്ത് ചെയ്യും? ഇവനെ വിളിച്ചിട്ട് ഇവന്റെ ഫോണ് സ്വിച്ച് ഓഫ്. ഇവനെ ബന്ധപ്പെടാനുള്ള സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ചു, അവരൊക്കെ സ്വിച്ച് ഓഫ്. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, അവർ ഫോൺ എടുക്കുന്നില്ല. എന്താണ് ഈ കുട്ടി ചെയ്യുക? നമ്മുടെ പെൺകുട്ടി എന്താണ് ചെയ്യുക? അവസാനം തീരുമാനിക്കും, നിരാശയായി നിഷ്ക്രിയായി ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു ട്രെയിനിനെ തല കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഫാനും വലിയ ജീവൻ അവസാനിപ്പിക്കും. കണ്ടില്ലേ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ 4 കുട്ടികളല്ലേ ആത്മഹത്യ ചെയ്തത്? കൊല്ലം ജില്ലയിൽ നിങ്ങൾ കേട്ടില്ലേ? ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ കേട്ടില്ലേ? തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടില്ലേ? ഒരു ഡോക്ടർ പറ്റിച്ചിട്ടല്ലേ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? എത്ര ഗുരുതരമായ അപകടകരമായ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ ഇതിന് ഉത്തരവാദികൾ? വളർന്നു വരുന്ന നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന കൃത്യമായ ബോധം രക്ഷിതാവെന്ന നിലയിൽ നമുക്കില്ലെങ്കിൽ ആരാണ് പ്രിയപ്പെട്ടവരെ ഇത് നിയന്ത്രിക്കുക? ആരാണ് നമ്മുടെ മക്കളെ നിയന്ത്രിക്കുക? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തമാശയായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ പുറത്തിറക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മര്യാദകളും ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ധരിപ്പിച്ച് പറഞ്ഞേക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ഇനി എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ?
ഇന്ന് അവിഹിതമായ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം എന്താ പറയുക, അവിഹിതമായ ബന്ധങ്ങൾ വരാനുള്ള 2 കാരണമുള്ളത്. അതിലൊന്നാമത്തെ കാരണം എന്താ വെച്ചാൽ അമിതമായ സംസാരമാണ്. ഒരു പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞ എന്താ അറിയോ, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, നിങ്ങൾ ആണുങ്ങളോട് കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കരുത്. ഫയജ്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവന് നിങ്ങൾ കൊതിച്ചു പോകും. ആരോട് സംസാരിക്കുമ്പോഴും സംസാരിക്കേണ്ടിടത്തിൽ നമുക്ക് സംസാരിക്കും, ഒരു പ്രശ്നമില്ല, ഇസ്ലാം വിലക്കുന്നില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. അതൊരിക്കലും അവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ആകാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഇന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, എന്താ തൊട്ടടുത്തിരുന്ന് പഠിച്ചാലേ പഠനം പാൽപായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആണ് പെണ്ണ് എന്ന് പറയുന്ന 2 സ്വത്വങ്ങളില്ല. അത് രണ്ടും ഒന്നാണ്. അതിനെന്താ ഇപ്പോൾ കുഴപ്പം? ആണ് പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എന്താ കുഴപ്പം? എനിക്ക് സങ്കടം തോന്നി. എന്താ അറിയോ, ഞാൻ ആദ്യം ഹൈസ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അന്ന് 8ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി 9ാം ക്ലാസ് പഠിക്കുന്നൊരു പെൺകുട്ടീനോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് എന്നെ ഉമ്മ വെച്ചോട്ടെ. അങ്ങനെ അവസാനം വാപ്പാനൊക്കെ വിളിച്ച് വരുത്തി ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പാനോട് പറഞ്ഞു, നിങ്ങൾ മോനെ കുറച്ച് അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, ദീനിയായ ചുറ്റുപാടും സംസ്കാരമൊക്കെ നമ്മളെ മോനെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇയാൾ ചോദിച്ച ചോദ്യം എന്താ അറിയും, എൻ്റെ മോനൊരു ഉമ്മച്ചോട്ടെന്നല്ലേ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ തിന്മകളെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കണം. അതൊരു പ്രശ്നമല്ല. എന്താ ഒരു ഉമ്മക്ക് എന്ത് പ്രശ്നമുണ്ടോ? അടുത്തിരിക്കുന്നതിന് ഇത്ര കുഴപ്പമുണ്ടോ? ഒന്ന് തൊട്ട് എന്താ കുഴപ്പം? ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താ അറിയോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ അറിയോ, ആണും പെണ്ണും ഇടപെടുമ്പോൾ അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. എന്താ നിയന്ത്രണങ്ങൾ? പരിശുദ്ധമായ ഇസ്ലാം പറയാൻ, ഒരാണിനൊരു പെണ്ണ് അനുവദിക്കപ്പെടുന്നത് വിവാഹത്തിലൂടെ മാത്രമാണ്. എന്നിട്ട് ഖുർആൻ പറയാൻ, ആണുങ്ങളോട് പറയാൻ, എന്താ പറയണെന്നറിയും, കുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം, ആണുങ്ങളെ നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങൾ താഴ്ത്തണം. ആണുങ്ങളെ നിങ്ങളെ കണ്ണുങ്ങൾ നിയന്ത്രിക്കണം, തുറച്ചു നോക്കാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തുത്ബിഅൻ നളറതൻ നളറ, ആവർത്തിച്ച് നോക്കരുത്. ഫഇന്ന ലകൽ ഊല, ആദ്യത്തെ നോട്ടം ഇങ്ങക്കുള്ളതാ, അവസാനത്തെ ഇങ്ങക്കുള്ളതല്ല. നോട്ടം എന്ന് പറയുന്നത്, കണ്ണെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നാളമാണ്. കണ്ണ് കണ്ടത് ഹൃദയം ആഗ്രഹിക്കും, ഹൃദയം ആഗ്രഹിച്ചത് ജനനേന്ദ്രിയം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അത് പ്രവാചക വചനങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. മാത്രമല്ല സ്ത്രീകളോടും പറഞ്ഞു, സഹോദരിമാരോടും പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്ത്, അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയണം, അല്ലാഹ് നബിയെ സ്ത്രീകളോട് പറയണം, യഗ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരികയാണ്. അവിടെ ആരൊക്കെ ഉണ്ട്? മൈമൂന റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആ വീട്ടിലേക്കാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്, കാഴ്ചയില്ലാത്ത. അള്ളാഹിൻ്റെ റസൂൽ ഭാര്യമാരോട് പറഞ്ഞു, മാറിപ്പോകണമെന്ന് പറഞ്ഞു, മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു പ്രവാചകരോട്, അലൈസ അഅമ, അയാൾ അന്ധനല്ലേ, അയാൾ ഞങ്ങളെ കാണൂലല്ലോ, പിന്നെന്തിനാ ഞങ്ങൾ മാറുന്നെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? അയാൾ അന്ധനാണ്, നിങ്ങളെ കാണൂല, പക്ഷെ നിങ്ങൾ അയാളെ കാണുന്നുണ്ടല്ലോ. രണ്ടുപേരുടെയും ഒരാവർത്തി നമുക്ക് നോക്കാം, ആവശ്യത്തിന് നമുക്ക് നോക്കാം, സംസാരിക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരന്യ പെണ്ണിനെ തൊട്ടാൽ തലയിലേക്ക് ഒരാണി അടിച്ചിറക്കുന്നതിനേക്കാളും അപകടകരമാണ്, ഗുരുതരമാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് നമ്മളെ വളർന്നു വരുന്ന മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല. പ്രണയം അത് വേണം. പ്രണയിച്ച് വിവാഹമല്ലാത്തൊരു ജീവിതം അതെന്താണ്? വിവാഹമൊന്നും ചെയ്യേണ്ട, വിവാഹം എന്നൊരു ഉടമ്പടിയൊന്നും നമുക്ക് വേണ്ട. വിവാഹമൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാനുള്ള സംഭവമൊക്കെ ഞങ്ങൾ ചെയ്തുതരാം. എന്താണ് അതിൻ്റെ പേര്? ലിവിങ് ടുഗദർ അല്ലേ? എന്നിട്ട് കുട്ടികളൊക്കെ ആയി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, ഇവനെനിക്ക് പറ്റും, ഇവളെനിക്ക് പറ്റും, അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി, നമുക്ക് വിവാഹം ചെയ്താൽ മതി. വിവാഹം എന്നൊരു കരാറിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ലിവിങ് ടുഗദറായി ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, സഹോദരിമാർ,
അവർ ഇവരാൽ ചതിക്കപ്പെട്ട് അവസാനം കുഞ്ഞുമായി കോടതിയിലേക്ക് ചെല്ലുകയാണ്. എന്ത്, എന്നെ പഴപ്പിച്ച് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്താണ്, എന്നെ വഞ്ചിച്ച അയാൾ പോയി, എനിക്ക് നഷ്ടപരിഹാരം വേണം. കോടതി ചോദിക്കുകയാണ്, നീയും അവനും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്തെങ്കിലും രേഖ ഉണ്ടോ എൻ്റെ ഭർത്താവാണെന്ന്? ഇല്ല. പിന്നെന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്ക്, ഒരു അവകാശവും അവൾക്ക് എന്ത് ചെയ്യൂല, ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടൂല. ഇങ്ങനത്തെ ഉഡായിപ്പൻ സംഭവങ്ങളുമായിട്ടാണ് ഇത്തരം ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിലൊന്നും ഒരിക്കലും നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് മാന്യമായ വേഷം ധരിപ്പിക്കണം, മാന്യമായ സംസ്കാരം അവരെ പഠിപ്പിക്കണം. നമ്മുടെ മുസ്ലിങ്ങളാണ്, ഒരു മുസ്ലിമത്തായ പെണ്ണ് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത്, മഹറം ആരാണ്, മഹറമല്ലാത്തവരാരാണ്, അവരുടെ മുമ്പിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണം. അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയണം എന്തറിയോ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നൊരു വാചകമുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹിം. മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ രഹസ്യമാണ്. മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ രഹസ്യമാണ്. മാതാപിതാക്കൾ നിസ്കരിക്കുന്നവരാണ് മക്കൾ നിസ്കരിക്കും. മാതാപിതാക്കൾ ഖുർആൻ ഓതുന്നവരാണോ മക്കൾ ഖുർആൻ ഓതും. എല്ലാ നന്മകളിലും നമ്മളുണ്ടോ, നമ്മുടെ മക്കളുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയണം എന്തറിയോ, എല്ലാ നന്മകളിലും നമ്മൾ പള്ളിയിലുണ്ട്, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ എല്ലായിടത്തിലും ഉണ്ട്. പക്ഷേ നമ്മുടെ മോനില്ല, നമ്മുടെ ഭാര്യയില്ല. ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടാകരുത്. മറിച്ച് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ പോകുന്ന എല്ലാ നന്മകളിലും നമ്മുടെ മക്കളെ കൂടി നമ്മൾ പങ്കാളികളാക്കണം, ഭാര്യയെ കൂടെ നമ്മൾ പങ്കാളികളാക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. കഅബാലയത്തിന്റെ നിർമ്മാണത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകുന്നു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, നന്മയിൽ വളർത്തിക്കൊണ്ടുവന്ന എല്ലാ നന്മകളിലും പങ്കാളിയാക്കി വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോനോട് വാപ്പ പറയാണ്, മോനെ അള്ളാഹ് അറക്കണമെന്ന് കൽപ്പന തന്നിട്ട് എന്താ ചെയ്യേണ്ടത് മോനെ? മോൻ പറയാണ്, അല്ലാഹു അവിടെ നോക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാപ്പാനോട് പറയണം, അള്ളാഹ് എന്താ കൽപ്പിച്ച നിങ്ങൾ ചെയ്തോളി, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളെ കാണാം ഇൻഷാ അല്ലാഹ്. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ആ മകനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് അവൻ അങ്ങനെ ആയത്. അപ്പം അവരങ്ങനെ ആയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരലോകത്ത് ഈ മക്കൾ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. പ്രിയപ്പെട്ടവരെ, മരിച്ച മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയണം, നിസ്കരിക്കാൻ അറിയണം. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച്, പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ച്, അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് അവിടെ ആരടി മണ്ണിലേക്ക് നമ്മുടെ മയ്യത്ത് താഴ്ത്തി വെച്ച് എല്ലാവരും പിരിഞ്ഞു പോരുന്ന ഒരു രംഗമുണ്ട്. അതൊരു വല്ലാത്ത രംഗമാണ്. ഏതൊരു മനുഷ്യന്റെ കണ്ണൊന്നും കണ്ണീര് വരുന്നൊരു രംഗമാണ്. അവിടെ ഖബറിൽ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച്, കല്ലുകൾ വെച്ച്, പലകകൾ വെച്ച്, മണ്ണിട്ട് മൂടി തസ്ബീഹ് ചൊല്ലി എല്ലാവരും പോരും. പ്രവാചകർ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ബാക്കിയാകുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് റസൂലുള്ള പറയുന്നു, സ്വതക്കത്തുൻ ജാരിയ, ജാരിയത്തായ സ്വതക്കയാണ്. 2 പ്രവാചകർ പറയുന്നു, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. 3 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. സഹോദരങ്ങളെ, നനഞ്ഞ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ആ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് മനസ്സ് പൊട്ടിയിട്ട് മക്കൾ നടത്തുന്നൊരു ദുആ ഉണ്ട്. അതൊരു വല്ലാത്ത ദുആയാണ്. അതുമാത്രം മതി നാളെ പരലോകത്ത് സ്വർഗീയാരാമത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറിപ്പോകാൻ. ഒരാൾ ചോദിക്കണ്ട പടച്ചോനോട്, പടച്ചോനെ ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? അയാളോട് റബ്ബിന്റെ മറുപടി എന്താ അറിയോ? ബിഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ പൊന്നുമോൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിനക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത്. ഇവിടെ ഇരിക്കുന്നവരോട് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് പരലോകത്ത് സ്വർഗത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റുമോ? എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളെ ദീന് പഠിപ്പിക്കണം, ധാർമ്മിക ബോധം പഠിപ്പിക്കണം, എല്ലാ നന്മകളിലും അവരെ പങ്കാളികളാക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന CRI ക്ലാസ്സിൽ അവരുണ്ടാകണം, വിജ്ഞാന വേദികളിൽ അവരുണ്ടാകണം, പള്ളിയിൽ നമസ്കാരങ്ങളിൽ അവരുണ്ടാകണം, ജമാഅത്ത് നിസ്കാരങ്ങളിൽ അവരുണ്ടാകണം.
നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അവരെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നല്ല സംതൃപ്തമായൊരു കുടുംബമായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.